ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന ലേബലിലല്ലാതെ തന്നെ ഒരു ആത്മസുഹൃത്തായിരുന്നു. പലതരത്തിലും സലീം കുമാർ ഞങ്ങൾ തമ്മിൽ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ പട്ടണം ഡിസൈനറി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിന് അദ്ദേഹമായിരുന്നു പ്രത്യേക ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്തതാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത മുഴുവൻ സിനിമകളും ഞാൻ വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പുള്ള പ്രത്യേകതരമുള്ള വേഷം മുഴുവനും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ദേശീയ അവാർഡ് കിട്ടിയതും സംസ്ഥാന അവാർഡ് കിട്ടിയതുമായിട്ടുള്ള ഗെറ്റപ്പുകളെല്ലാം ഞാൻ ചെയ്ത മേക്കപ്പുകളാണ്. അതുകൊണ്ട് എനിക്ക് അഭിമാനിക്കാം. സലീം കുമാറിനെ പോലെ ഒരു ഹാസ്യ നടൻ എന്ന ലേബലിൽ കൊണ്ടുവന്ന ഒരാൾ ഇത്രയും സീരിയസ് ആയ ഒരു കഥാപാത്രത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എൻ്റെ മേക്കപ്പിന് കുറേ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിനെ ഫിക്സ് ചെയ്യാൻ പോയ പ്രൊഡ്യൂസറോട് അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്നെ അല്ല നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്, ആദ്യം പട്ടണം റഷീദിനാണ്. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുന്നത്, സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട. എന്നെപ്പോലുള്ള ഒരു ചെറിയ കലാകാരനെ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. ഏതർത്ഥത്തിലും സലീം കുമാർ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഈ നിര്യാണം നമ്മളെ വിട്ടുപോകുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കൽ പോലും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ വാർത്ത ശരിയാണെന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയം നൊന്ത് അത് വേദന പങ്കിടുകയാണ്.